ഈ സംഭവം നടക്കുന്ന സമയത്ത് ഷാരോണിന് 19 വയസ്സായിരുന്നു പ്രായം. പിന്നെ കാണുന്നത് അച്ഛൻ പുറകിലൂടെ വന്നിട്ട് വലതുവശത്ത് കുത്തിയിറക്കുക ചെയ്യുന്നത്. ആ മുറിവിന്റെ ഘടന നോക്കുമ്പം അപ്വാർഡ്സ് ആൻഡ് ഡൗൺവാർഡ്സ് ഇഞ്ചുറി ഉണ്ട്. അപ്പൊ ഇദ്ദേഹം ചിലപ്പോൾ കുത്തിയിട്ട് അതൊന്ന് തിരിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കാണും. 11th and 12th റിബ്സിന് ഫ്രാക്ചർ ഉണ്ട്. ആ കുത്തില് ലെങ്സ് കൊളാപ്സ്ഡ് ആണ്. അയാൾ കാണുമ്പം ഹാളിലൊക്കെ ചോര ഇങ്ങനെ വീണ് കിടക്കുക, കാണുന്നത് അവൻ അവിടെ കിടന്ന് പിടയ്ക്കുന്നത്. കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇതില് വലിയൊരു വിഷമമുള്ളൊരു സംഗതി കിടപ്പുണ്ട് ഇനി വരാൻ പോകുന്നത്. എനിക്ക് കൃത്യമായ കേസ് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് സീന് കാണണം. സീന് കാണാണ്ട് പറ്റില്ല. സീന് കാണാതെ സീൻ മഹസറൊക്കെ വളരെ കൃത്യമായ സീൻ മഹസറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി പിന്നെ നമുക്കത് ഇവിടെ ഒരു ഹാള് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക അങ്ങനെയൊക്കെ പറയുന്നതിലും നല്ലത് ആ കുട്ടി ഇരുന്ന സ്ഥലവും ഇവൻ എവിടെ ഇരുന്നിട്ടുണ്ട് കണ്ടെന്ന് നമ്മൾ പറയപ്പെടുന്ന കുട്ടിക്ക് TV-യുടെ മുന്നിൽ ഇരുന്നാൽ ഡൈനിങ് ടേബിൾ കാണാൻ പറ്റുമോ എന്ന് പ്രോസിക്യൂട്ടറായ എനിക്കറിയണമല്ലോ. അറിയാണ്ട് ഞാൻ ആ വായുന്ന് എടുത്തിട്ട് പറയുമ്പോൾ ശരിയല്ല. എന്നിട്ട് അവൻ ഇറങ്ങിപ്പോകുന്ന വഴിയും ഒക്കെ എനിക്ക് കാണണം എന്ത് തന്നെയായാലും. പിന്നെ ഇവർ പറയുന്നുണ്ട് തലേ ദിവസം ജനൽ ചില്ല് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പൊട്ടിയ ചില്ലും കഷ്ണമോ അല്ലെങ്കിൽ പൊട്ടിയ സ്ഥലമോ കാണണമല്ലോ. ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്നു. അവിടെ ഞാനാണ് പോകുന്നത്. PP-ആയ ഞാനും സുനിയുണ്ട് എൻ്റെ കൂടെ, ലൈസൺ ഓഫീസർ. പയ്യാവൂർ സ്റ്റേഷനിൽ നിന്ന് വേണുവേട്ടൻ, ഒരു സീനിയർ CPO ആണ് വേണുവേട്ടൻ. സീനിയർ CPO SCO എന്ന് ഓർക്കുന്നില്ല. പിന്നെ ബെന്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു SA, ബെന്നി അവിടെ ഇരട്ടിക്കാരനാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ, പോലീസുകാർ ഞങ്ങളെല്ലാവരും കൂടെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം അവർ ഈ വീട് തുറന്ന് കാണണ്ടേ, നമുക്ക് വീട് തുറന്നിട്ടും അങ്ങനെയെല്ലാം വീടിൻ്റെ ഉള്ളിലെല്ലാം കാണണ്ടേ. അപ്പോൾ ഈ അപ്പൂനാണല്ലോ അവൻ്റെ വീടല്ലേ, അവനറിയാം. ഈ അപ്പു ഉണ്ട്, അപ്പുവിൻ്റെ മാമൻ സൈജു ഉണ്ട്, സൈമൺ ചേട്ടനുണ്ട്. അപ്പോൾ സൈമൺ ചേട്ടനും അപ്പവും എന്നെ സംബന്ധിച്ച് അപ്പാപ്പൻ സൈമൺ അവരെനിക്ക് ബന്ധുക്കളായി. അപ്പോഴേക്കും അവരും ഞാനും തമ്മിൽ അത്രയും അടുപ്പമായി അവർ തമ്മിൽ. അപ്പോൾ അവർക്ക് ഞാനങ്ങ് ചെല്ലുമ്പം തന്നെ അവരുടെ വീട്ടിലുള്ള ഒരാൾ ചെല്ലുന്നത് പോലെ അവർക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി ചെന്നു. അവരന്ന് പൂട്ടിപ്പോയതാ. പിന്നീട് ഈ നെല്ലെടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പു പോയി 17-ാം തീയതി തുറന്നിട്ട് അതൊക്കെ ചെയ്തെല്ലാം കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇവരാരും അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. മുറ്റത്ത് മെറ്റലില്ലേ, ബേബി മെറ്റലിട്ട ഒരു മുറ്റവും ഒരു ഒറ്റത്തട്ടിലുള്ള ഒരു കോൺക്രീറ്റ് വീട്. ആ വീട്ടിൽ പോയി ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. പൂട്ടിക്കിടന്ന ഒരു കൊലപാതകം നടന്ന് പൂട്ടിക്കിടന്ന്, നമ്മൾ രാഷ്ട്രീയ കൊലപാതകം കാണത്തിനല്ലോ റോഡിലോ അങ്ങനെയൊക്കെ ആയിരിക്കും. അവിടെ പിന്നെ അതിൻ്റെ റെമനൻസ് ഒന്നും പിന്നെ കാണുക പോലുമില്ല. പക്ഷെ ഈ കേസിൽ അതല്ല. ഇത് പിന്നെ ആരും വൃത്തിയാക്കിയൊന്നുമില്ലല്ലോ. ഇവനിരുന്ന സ്ഥലവും ആ കിച്ചണിലെ സിങ്കിലുള്ള പാത്രങ്ങളും ഈ തുറന്നു വെച്ച എല്ലാ ചിക്കൻ കറിയൊക്കെ അതൊക്കെ ദ്രവിച്ച് പോയി. പക്ഷേ നമുക്ക് അതിൻ്റെ റെമനൻസും കാര്യങ്ങളും ഗ്യാസിൻ്റെ മുകളിലുള്ള സാധനങ്ങളും കഴുകാത്ത പാത്രങ്ങളും രക്തക്കറകളൊക്കെ ബ്രൗൺ കളറിൽ അതിൻ്റെ ഷെയ്ഡൊക്കെ മാറി നിലത്തും ഒക്കെ കാണാം. ഞാൻ ആ റൂമിലിങ്ങനെ പോയി. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഹാളൊന്നുമല്ല, ഡൈനിങ് ഹാള്, ഒരു ചെറിയൊരു ഹാള്. അതിനൊരു ഷോക്കേസ് ഉണ്ട്, അതിനൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്, കുറച്ച് സ്ഥലമേ ഉള്ളൂ. പിന്നെ ആ മൂലയ്ക്ക് ഒരു വാഷ് ബേസിൻ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാനിരിക്കുന്നിടത്തൊരു ഡോറ്. അപ്പോൾ ഇങ്ങനെ കയറി അവിടുന്ന് കൈ കഴുകി വരുന്നു. അപ്പം ഡൈനിങ് ടേബിളിൻ്റെ അറ്റത്ത് വന്ന് അവനിങ്ങനെ ഒന്നിരുന്ന് ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ചാർജറുണ്ട്. അപ്പോൾ ആ ഒരു സീന് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊക്കെയും ഈ അച്ചാച്ചൻ കാണുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ കാത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഇപ്പോഴേക്ക് സമയമായല്ലോ, ഉച്ച സമയമൊക്കെ ആയി കഴിഞ്ഞു തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ അവരുടെ അവരെ കൂടെ പോയി ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു അപാകത അത് നമ്മൾ ചെയ്യലില്ല സാധാരണ. അപ്പോൾ വേണ്ടാന്ന് വെച്ചു. അവർ ഞങ്ങളായാലും ഒരു ഹോട്ടലിൽ പോകണം. അപ്പോൾ വേണുട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പയ്യാവൂർ സ്റ്റേഷനിലെ ഞാൻ പറഞ്ഞില്ലേ വന്നേ, നമുക്ക് അവിടെ മെസ്സുണ്ട്, നമുക്ക് അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പോകുമ്പോൾ എപ്പോഴും പോലീസ് സ്റ്റേഷനിലെ മെസ്സെന്നാണ് കഴിക്കാറ്.
അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, സൈമൺ ചേട്ടനോട് പറഞ്ഞു, ചേട്ടനും വാ നമുക്ക് അവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു എനിക്ക് അങ്ങ് ഇറങ്ങില്ല ഭക്ഷണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്കങ്ങ് വല്ലാണ്ടായി അത് കേട്ടപ്പോൾ. ഇത് കഴിഞ്ഞ് വന്നതല്ല, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ഞാനൊരു ചായ മാത്രം കുടിക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം കുടിച്ചോന്ന് ഞാൻ അറിയില്ല, ഞാനത് ചോദിച്ചില്ല, എനിക്കെന്തോ അത് ഞാനത് വിട്ടുപോവുക എന്തോ ചെയ്ത്. എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. പിന്നെ ഒരു 10 ദിവസം കൊണ്ട് കേസ് തുടങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു ഫോൺ കോൾ, മാഡം ഞാൻ സൈജു ആ. ഞാൻ ചോദിച്ചു എന്താ സൈജു, എനിക്ക് ഇവരെല്ലാവരും അറിയാം, അവരെ ബന്ധുക്കളെ അടക്കം എനിക്കറിയാം. ഞാൻ ചോദിച്ചു എന്താ സൈജു എന്ന് ചോദിച്ചു. അച്ഛൻ പോയി മാഡം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു എന്താ സൈജു പറയുന്നേ, എന്താ സൈമൺ ചേട്ടന് പറ്റിയത്? അത് ചാച്ചൻ ഇന്ന് മരിച്ചു മാഡം എന്ന് പറഞ്ഞു. എന്താ പറ്റിയേ ചാച്ചൻ, എന്താ പറ്റിയേ സൈജു ചോദിച്ചു ഞാൻ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോയി വന്നതിന് ശേഷം ചാച്ചൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ചാച്ചൻ രാത്രിയിലും ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇവൾക്കൊരു വീടെടുക്കുന്നുണ്ട്, ആ വീട്ടിൽ പോയി വന്നു, ഈ കോലായിലിരുന്നു, അവിടെ നിന്ന് തന്നെ ഹാർട്ട് അറ്റാക്ക്. കൊന്നിട്ട സ്ഥലവും അതൊക്കെ എൻ്റെ അന്നത്തെ ദിവസം എനിക്ക് എൻ്റെ ആരോ മരിച്ചോ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. കാരണം എനിക്കൊരു തോന്നല, ഇതിന് കാരണം ഞാനാണോ, ഞാൻ അദ്ദേഹത്തെയും കൂട്ടി പോയതാണോ? എൻ്റെ നവാസ്ക എനിക്ക് അത് എപ്പോഴും ആലോചിക്കുമ്പോൾ ചില അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. ഞാൻ പറഞ്ഞു വരണ്ട, ഞാനൊരു പ്രാവശ്യം ഞാൻ പറഞ്ഞു അപ്പുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ എനിക്ക് വല്ലാത്തൊരവസ്ഥയായി. എനിക്കത് ഇപ്പോഴും എനിക്ക് വല്ലാത്തൊരു സങ്കടം. എന്നിട്ട് ഞങ്ങൾ പോയി, ഞാൻ BP ശശീന്ദ്രൻ വക്കീല്, VJ മാത്യു ജോഷി, ഞങ്ങൾ പോയി. എനിക്കിപ്പോഴും അവർ മരിച്ചു കിടന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് കാണണ്ടായിരുന്നു. എന്റെ കൂടെയല്ലേ ഉള്ളേ, ചോറ് കഴിക്കാം ഊണ് കഴിക്കാന്ന് പറയുമ്പോൾ സഹിച്ചു. പിന്നെ എനിക്ക് അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു നൃത്തമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ പിടിച്ച് കൈയോടെ തട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറയും എന്താ സൈമൺ ചേട്ടാ ബാ, എൻ്റെ ഒരു സ്റ്റൈല് വർത്താനം ഉണ്ടല്ലോ, അതുപോലെ ഞാൻ ചേട്ടനെ വിളിക്കുന്നത്. ഇതൊക്കെയാണ് എനിക്ക് പിന്നെ ആലോചിക്കുന്നത്. എനിക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ആ വീട്ടിലേക്ക് കയറിപ്പോയ സീന്, അദ്ദേഹം ഇങ്ങനെ കിടക്കുക, ഈ ഫ്രീസറിനുള്ളിൽ സിൽജ വരണം, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവർ കുറേ കന്യാസ്ത്രീ അമ്മമാരും എല്ലാവരും അവിടെ പ്രാർത്ഥന. ഞാൻ ആദ്യമായിട്ട് ഒരു ക്രിസ്ത്യൻ മരിച്ച് നമ്മളവിടെ ഒന്നും അങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ നടക്കുക. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുക. അപ്പോൾ എനിക്കങ്ങ് വിചാരിക്കുക ഇവിടെ എവിടെയെങ്കിലും ഇദ്ദേഹം ഇങ്ങനെ ഞങ്ങളെ സ്വീകരിക്കുക. എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിൽ വരണം, ഈ കേസ് കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ വരണം, സിൽജയുടെ വീട് ഞാൻ കാണിച്ചു തരാം. എനിക്ക് അദ്ദേഹം എൻ്റെ കൂടെ ഇങ്ങനെ വർത്തമാനം പറയുന്ന പോലെയാണ് തോന്നുന്നത്. നവാസ്ക, എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രയോ മർഡർ കേസുകൾ നടത്തി, 9 വർഷം ഞാൻ പ്രോസിക്യൂട്ടറായിരുന്നു, എത്രയോ കേസുകൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലരെ കാണുമ്പോൾ നമുക്ക് മനസ്സ് വിങ്ങും. പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിൽ മറക്കൂല, എനിക്കത് പറ്റില്ല. എനിക്ക് വല്ലാത്തൊരു എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് കരഞ്ഞ് ഈ കുഞ്ഞ് മരിച്ചതിന് ശേഷം അദ്ദേഹം ഇല്ല. പിന്നീട് ആ സീനിലേക്ക് അദ്ദേഹം എത്തുക, അത് ഓരോന്നും അദ്ദേഹം കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ അപ്പു എനിക്ക് വിശദീകരിച്ച് തരിക, ഇവിടെയായിരുന്നു ആൻറ്റി, പിന്നെ ഷാരോൺ എന്നാവൻ വിളിക്കുന്നത്, ഷാരോൺ ഇരുന്നേ, ഇവിടുന്നായിരുന്നു ആൻറ്റി ഞാൻ ചപ്പാത്തി കഴിച്ചേ, ഇതിലെയാ ആൻറ്റി അവന് ഓടിയേ, ഞാൻ ഇങ്ങനെയാ, ഞാൻ അപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു ആൻറ്റി. ഇത് ഓരോന്നും ഈ മനുഷ്യൻ സൈലൻ്റായി നിന്ന് കേൾക്കുക, ചെറിയ മോൻ പറയുന്നത്. അപ്പം ഞാൻ കാറി വിളിക്കുകയായിരുന്നു. അന്നേരമൊക്കെ ഇങ്ങനെ നിസ്സംഗമായ ഒരു മുഖത്തോടെ ഇദ്ദേഹം നോക്കുന്നു. അന്നത്തെ ദിവസം അദ്ദേഹം ഒട്ടും സ്മാർട്ടല്ലായിരുന്നു. അത് ഞാൻ പിന്നെ ആലോചിച്ചു. അദ്ദേഹം ഭയങ്കര ഗ്ലൂമി ആയിരുന്നു. അദ്ദേഹത്തിന് ആ മോനോട് ഇഷ്ടപ്പെട്ട ഒരു മോനെ, കാരണം അവര് പോറ്റിയ മോനല്ലേ, അവരുടെ കൂടെയല്ലേ. ഒരാഴ്ചത്തേക്ക് അദ്ദേഹമാണ് പറഞ്ഞു വിടുന്നേ, അദ്ദേഹത്തിന് ഈ കുട്ടിയെ സേഫ് ആക്കണം, അവരുടെ മോള് സേഫ് ആണെന്നുണ്ടെങ്കിൽ ഈ മോൻ വലിയ 19 വയസ്സായ മോനല്ലേ, അവനെ BSc നഴ്സിംഗ് ഒക്കെ, അവർക്ക് ഈ നഴ്സിംഗ് പഠിപ്പിച്ചാൽ നല്ല ജോലി കിട്ടും, അവരുടെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഇത് വിചാരിച്ച് അതിന് പറഞ്ഞു വിട്ടതല്ലേ, അവനെയല്ലേ മരിച്ചിട്ട് കാണുന്നേ. ഈ വിചാരണ തുടങ്ങുന്ന ദിവസം ഫസ്റ്റ് സാക്ഷി ആരാണ് ശരിക്കും? അപ്പുവിനെയാണ് ഞാൻ ആദ്യം വിസ്തരിച്ചത്. അവന് അപ്പോഴേക്ക് അച്ചാച്ച മരിച്ചല്ലോ, 10 ദിവസമായതേ ഉള്ളൂ മരിച്ചിട്ട്.
അപ്പം ഞാൻ ചോദിച്ചു അപ്പോഴോട് ഈ കാരണത്താൽ എന്തെങ്കിലും ഇത് മാറ്റേണ്ടതുണ്ടോ ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ ഇങ്ങനെ പിടിച്ച് എൻ്റെ കൈൻ്റെ ഉള്ളിലൂടെ കൈയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല പിന്നെ അച്ചാച്ചൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് പപ്പയെ ശിക്ഷിപ്പിക്കുക എന്നുള്ളത്. ഞാനിപ്പം പറഞ്ഞില്ലേ ഇത് മാറിപ്പോവില്ലേ മാഡം ആൻറ്റി, അത് മാറിപ്പോവില്ലേ, അതുകൊണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു അവൻ എൻ്റെ അടുത്ത്. അവൻ പറഞ്ഞ് തീരുന്നത് വരെ ആ കോടതി നിറച്ച ആൾക്കാരായിരുന്നു. ഈ മറ്റുള്ള രാഷ്ട്രീയ കൊലപാതക കേസുകൾ കേൾക്കാൻ മറ്റു വക്കീലന്മാരും ആൾക്കാരൊക്കെ വരും. ഇതൊന്നും കേൾക്കാൻ അങ്ങനെ ആരും വരില്ല, കാരണം നോട്ടീസബിൾ ആയിരിക്കില്ല. പക്ഷെ കോടതി എത്രയോ പ്രാവശ്യം കണ്ണ് നിറഞ്ഞു ഈ മോൻ പറയുന്നത് കേട്ടിട്ട്. ഞങ്ങൾക്കതൊരു ഷൈൻ സാർ അവനെ ഇവനെ പേടിപ്പിക്കാൻ നോക്കും, ഇവനെ കണ്ണ് മിഴിക്കും, അങ്ങനെ ഞങ്ങൾ ഇടപെടും. അല്ല, കോടതി കയറുന്നതിന് മുമ്പേ അവനിങ്ങനെ എൻ്റെ കയ്യിൽ, പിന്നെയാണെങ്കിൽ എവിഡൻസിന് വിളിക്കുന്ന സമയത്ത് മാത്രം PP ഓഫീസും അഡീഷണൽ 2 കോടതിയും അടുത്തടുത്തല്ലേ, അവിടുന്ന് ഞാൻ വിളിച്ചാൽ അല്ലെങ്കിൽ അനിയേട്ടനോ ഞങ്ങളുടെ പോലീസുകാരൻ പോയി വിളിച്ചു കഴിഞ്ഞാൽ വരാനുള്ള ദൂരേ ഉള്ളൂ. അവൻ ആ കേസ് വിളിക്കുമ്പോഴേ ഞാൻ ആ ബോക്സിനുള്ളിലേക്ക് കയറ്റിയുള്ളൂ. പക്ഷെ അവനെ അച്ചാച്ചനും കൂടെ അങ്ങ് മരിച്ച സമയമാകുമ്പോഴേക്കും അവൻ ബോൾഡായി. ഞാൻ വിചാരിക്കുന്നതിലപ്പുറത്തേക്ക് അവൻ ബോൾഡായി. എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഇതായിരുന്നു. എനിക്ക് സ്നേഹമാണ് ഞാൻ അവന് കൊടുത്തത്. പക്ഷെ അവൻ്റെ അച്ചാച്ചൻ പോയ സമയത്ത് അവൻ്റെ ഉള്ളിൽ അച്ചാച്ചൻ്റെ ആഗ്രഹമാണ് അച്ഛൻ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത്. അത് എൻ്റെ ഏട്ടന് നീതി കിട്ടണമെങ്കിൽ എൻ്റെ അച്ചാച്ചനും കൂടി നീതി കിട്ടണം എന്നുള്ള ഒരു രീതിയിലേക്ക് അവനെത്തി. പ്രധാന സാക്ഷി എന്ന് പറയുന്നത് സജി, AC സജി, ഈ അവിടെ ഉണ്ടായിരുന്ന സജി. അവനോടാണല്ലോ പറഞ്ഞത് ഇത് ഞാൻ പിന്നെ ഇതിനു വേണ്ടി വാങ്ങി വെച്ചതാണെന്നും ഒക്കെയും പറഞ്ഞത്. ഈ മോന് പ്രധാന സാക്ഷിയാണ്, സജി പ്രധാന സാക്ഷിയാണ്, അയൽവാസിയായ കുട്ടി സാക്ഷിയാണ്. അതെ, അങ്ങനെയുള്ള സാക്ഷികളെല്ലാം കൃത്യമായിട്ട് മൊഴി. അവരുടെ പാർട്ട് അവരൊന്നും ഞാൻ കാണാത്തത് കണ്ടെന്ന് ഒരാളും പറഞ്ഞില്ല. തൊണ്ടിമുതലുകളായിട്ട് ആയുധം ഉൾപ്പെടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഈ കുട്ടി ഫോറൻസിക് റിപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കത്തി ഉണ്ടായിരുന്നു. ഈ നെല്ലടക്കം നമ്മൾ എടുത്തു. നമുക്ക് ഈ തലേ ദിവസത്തെ ഈ സാധനം പറയണല്ലോ. പിന്നെ ഇവനൊരു മുറിവുണ്ടായിരുന്നു. തലേ ദിവസം ഇവർ തമ്മിലുണ്ടായ സ്കഫിളാണ് ഇവന്റെ ഉള്ളിൽ വിദ്വേഷം ഉണ്ടാക്കാൻ കാരണം എന്നുള്ളതിന് തെളിവ് വേണ്ടേ നമുക്ക്. അതിന് നമ്മൾ OP ടിക്കറ്റ് നമ്മൾ കോടതിയിൽ 42ഓളം സാക്ഷികൾ 17ഓളം രേഖകളായിട്ട് മാർക്ക് ചെയ്തത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ഒരു 20 എനിക്ക് ഇപ്പം എല്ലാം മാർക്ക് ചെയ്തു. കോടതി എന്താണ് ഇവന് കൊടുക്കുന്ന ശിക്ഷ? ഇവന് കൊടുക്കുന്ന ശിക്ഷ ഇവന് ജീവപര്യന്തം തടവിനായിരുന്നു. ശിക്ഷയെ കുറിച്ച് എന്തെങ്കിലും പറയാനോ എന്ന ചോദ്യത്തിന് കുറ്റക്കാരനായി കണ്ടെത്തിയ ശിക്ഷ അവന് അമ്മയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അവന് വേണം അമ്മയെ നോക്കണം, പ്രായമുള്ള അമ്മയാണ് ഉള്ളത്, അമ്മയെ എനിക്ക് നോക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. 1 lakh ഫൈൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, അത് വിറ്റിട്ട് അതിൻ്റെ പൈസയും കൂടെ ആ 1 lakh ഫൈന് മരണപ്പെട്ട കുട്ടിയുടെ അമ്മക്ക് കൊടുക്കണമെന്നും പിന്നെ ബൈക്ക് വിറ്റ ഇതും അമ്മക്ക് കൊടുക്കണം എന്നായിരുന്നു. ഇവരുടെ പ്രധാന ഡിഫൻസ് എന്ന് പറയുന്നത് അത് പറയണ്ടേ നമ്മൾ പറഞ്ഞില്ല. അപ്പൊ ഡിഫൻസ് എന്ന് പറയുന്നത് ഡെറീലിയം ട്രമെൻസ്. നവാസ്ക കേട്ടിട്ടുണ്ടോ? ഡെറീലിയം ട്രമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മദ്യപാനി തുടർച്ചയായി മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫുള്ളി ഡ്രങ്കാർഡ്, അയാൾക്ക് മദ്യം കിട്ടിയില്ലെങ്കിൽ അയാൾ എത്തിച്ചേരുന്നത് ഒരു അവസ്ഥ. ആ അവസ്ഥയുടെ പേരാണ് ഡെലീറിയം ട്രമെൻസ്. ഞാനും അത് പഠിക്കാനുണ്ടായ സാഹചര്യം ഈ കേസാണ്. ഡെലീറിയം ട്രമെൻസ്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവരൊരു സാക്ഷിയെ ഹാജരാക്കി, ഡിഫൻസ് ഒരു സാക്ഷിയെ ഹാജരാക്കി. നമ്മുടെ പിന്നെ കൂത്തുപറമ്പ് ഒരു ഹോസ്പിറ്റലില്ലേ, എന്തായിരുന്നു എൻ്റെ പേര്, ക്രിസ്തുരാജ ഹോസ്പിറ്റലിലുള്ള ഒരു ഡോക്ടർ, ഒരു കന്യാശ്രീ അമ്മയാണ്, അവരാണ് വന്നത്. പക്ഷേ അവരെ DW1 ആയിട്ട് അവരെ വിസ്തരിക്കുന്ന അവരിവനെ ചികിത്സിച്ച് ഇൻപേഷ്യൻ്റായിട്ട് ഇവനെ ചികിത്സിച്ചതിനുള്ള ഒരു ഡോക്യുമെൻ്റ് അവർ ഹാജരാക്കുന്നു, അത് മാർക്ക് ചെയ്യും. പക്ഷേ നമ്മൾ വക്കീലന്മാർ വാക്കുകൾക്കിടയിലൂടെ നമ്മളെ സത്യം കണ്ടെത്താനാണല്ലോ നമ്മൾ പ്രോസിക്യൂട്ടർ ശ്രമിക്കേണ്ടത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപിച്ച് 48 മണിക്കൂറിനുള്ളിൽ വീണ്ടും മദ്യം കിട്ടിയില്ലെങ്കിലാണ് ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെടുക. ഇവിടെ ഇവൻ 14-ാം തീയതി രാത്രി മദ്യപിച്ചിട്ടാണ് വന്നത്.
നമ്മളടുത്ത് എവിഡൻസ് ഉണ്ട്, നമ്മളടുത്ത് എവിഡൻസ് ഉണ്ട്, ഡോക്യുമെന്റ് ഉണ്ട്. ആർഗ്യുമെന്റ് അവിടെ പൊളി. വേറെ അവർക്ക് പറയാനൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 313 ക്വസ്റ്റ്യനിങ് ഉണ്ടല്ലോ, പ്രതിനെ ചോദ്യം ചെയ്യുന്നത്, അതിൽ അവൻ സമ്മതിച്ചു. എന്ത് സമ്മതിച്ചു? അവൻ എഴുതി കൊടുക്കുക ചെയ്തത്, ഞാനിങ്ങനെ മദ്യം കിട്ടിയില്ലെങ്കിൽ ഞാൻ അക്രമകാരി ആവാറുണ്ട്, ഞാനൊരു തികഞ്ഞ മദ്യപാനിയാണ്, ആ മദ്യപിച്ചതിൻ്റെ പുറത്ത് ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എൻ്റെ മോനെ കൊന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ഞാൻ ഇതിൻ്റെ പുറത്താണ്. അഡ്മിഷൻ അവിടെ വന്നു. പിന്നെ നമുക്ക് നമ്മുടെ കാര്യം ഈസിയായി ഡെലീറിയം ട്രെമൻസ് ഇവൻ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തി ഇന്റൻഷൻ പ്രൂവ് ചെയ്യാം. എത്ര ദിവസം മൊത്തം അവൻ ജയിലിൽ കിടന്നു, വിചാരണ ഉൾപ്പെടെ? അവന് 2020 നടന്ന സംഭവമല്ലേ, 2024 4 വർഷം. 4 വർഷം അവനെ റിമാൻഡിൽ കിടത്തിക്കൊണ്ട് 3.5 വർഷത്തോളം 3 വർഷം കിടത്തിയിട്ട് തന്നെ കേസ് പൂർത്തിയാക്കി അവന് ലൈഫ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെയാണ്. കുടുംബമായിട്ടുള്ള ഈ ഭാര്യ എപ്പോഴെങ്കിലും വന്നിരുന്നോ? ഇല്ല, അവള് കേസ് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇവര് ഡിവോഴ്സ് ആയല്ലോ, ആ കേസിന് വേണ്ടി സിൽജ വന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് വന്നു, ഞങ്ങൾ തമ്മിൽ കണ്ടു, എൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചു. ഡിവോഴ്സ് ആയി. ചെറിയ മോന്റെ വിധി വന്നപ്പോൾ മോൻ എന്ത് പറഞ്ഞു? മോന് ഭയങ്കര ഹാപ്പിയാണ്. അവനിപ്പോ ഇറ്റലിയിലാണ്. അവനിപ്പോ ഇറ്റാലിയൻ ഭാഷ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അവൻ അവിടെ ഏതെങ്കിലും കോഴ്സ് ചെയ്യണം. അങ്ങനെയൊക്കെ വിളിക്കാറൊക്കെ ഉണ്ട്. സൈജുവും വിളിക്കാറുണ്ട്. അവരുടെ ബ്രദർ ഉണ്ട്. എന്നെ ഇടയ്ക്ക് അവര് തലശ്ശേരിയിൽ കണ്ണൂരൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്നെ വന്ന് കാണും. അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് വലിയൊരു കാര്യമാണ്. ജീവിതത്തിൽ നടത്തിയ നല്ലൊരു കേസാണ്. പ്രേക്ഷകരെ നിങ്ങൾ ആലോചിക്കണം, ഈ കേസിന്റെ നാൾ വഴികളൊന്ന് ആലോചിക്കണം. അപ്രതീക്ഷിതമായി ആ പേരക്കുട്ടിയുടെ മരണം അതിൻ്റെ ഘാതകരെ വിടരുത് എന്ന് കരുതി വന്ന അപ്പാപ്പനാണ് ഇതിനകത്തെ സൂപ്പർ സ്റ്റാർ. ആ മനുഷ്യന് അറിയാം എൻ്റെ അടുത്ത കുഞ്ഞും കൂടി നഷ്ടപ്പെടരുത്, അതുകൊണ്ട് കാരാഗൃഹത്തിൽ നിന്നും ആ പ്രതി ഇറങ്ങരുത് എന്ന് തീരുമാനിച്ചെത്തിയ ആ അപ്പാപ്പൻ്റെ ആത്മാവിന് മുന്നിലാണ് ഞങ്ങൾ ഈ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നത്. കാരണം അങ്ങനെയുള്ള മനുഷ്യരാണ് നീതി നടപ്പിലാക്കാൻ മുന്നിൽ നിൽക്കുന്നത്. കൃത്യമായി കേസ് നടത്തിയ പ്രോസിക്യൂഷൻ BP ശശീന്ദ്രനും ഒപ്പം ബിനിഷയും അവസാനം ഒടുവിൽ പബ്ലിക് പ്രോസിക്യൂഷൻ അജിത്ത് ഉൾപ്പെടെയുള്ള ഒരു പ്രോസിക്യൂഷൻ വിങ് കൃത്യമായി ഫോളോ ചെയ്തു, ആ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തു. പ്രേക്ഷകർക്ക് മുന്നിൽ ഈ എപ്പിസോഡ് സമർപ്പിക്കുകയാണ്. പഠിക്കാൻ, അറിയാൻ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രേക്ഷകർക്കും ഒപ്പം ബിനിഷയ്ക്കും നമസ്കാരം.